ഹലോ ഗൈസ്, പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും കുറച്ച് ബിസി ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിപ്പോയ കുറച്ച് വീഡിയോസിൽ ഒന്നാണിത്. കുറച്ച് ലേറ്റായി എന്നല്ല, കുറച്ചേറെ ലേറ്റായിപ്പോയി. എന്നാലും ഒരു മെമ്മറിക്ക് ഇതിവിടെ കിടക്കട്ടെ. ഇന്നത്തെ കഥ സോറി, ഈ വീഡിയോ എടുത്ത അന്നത്തെ കഥ. യെസ്, ഇപ്പോഴാണ് ശരിയായത് കേട്ടോ. ഞാൻ ആദ്യമായി അത്തച്ചമയം കാണാൻ പോയ കഥയാണ്. ഓണം വൈബായതുകൊണ്ട് ഞാൻ എന്നാലാവും വിധം പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും രാവിലെ ഒരുങ്ങി സെറ്റായി തൃപ്പൂണിത്തുറയ്ക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നാത്തൂനും ഫാമിലിയും ഓൾറെഡി അവിടെയുണ്ട്. പാത്തുന് പിന്നെ എന്നെ കണ്ടാൽ അപ്പം തന്നെ ഒക്കത്ത് കയറണം. അങ്ങനെ ആ നട്ടപ്ര വെയിലത്ത് ഞങ്ങളും അത്തച്ചമയം കാണാൻ വെയിറ്റ് ചെയ്ത് നിന്നു. പ്രതീക്ഷിച്ച പോലെ അല്ലാട്ടോ, ഒടുക്കത്തെ ക്രൗഡായിരുന്നു. ബിൽഡിങ്ങിലും റോഡിലും വണ്ടിയിലും എന്ന് വേണ്ട മരത്തിൽ വരെ ആൾക്കാർ ഈ സംഭവം കാണാനായിട്ട് റെഡിയായിട്ട് നിന്നു. വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഫാമിലി വക ഒരു പുലിക്കുട്ടിയെ ഞങ്ങൾ അത്തച്ചമയത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന പരിപാടിയൊക്കെ തുടങ്ങി. മാവേലി ഒക്കെ ഒന്നും പറയേണ്ട ഒടുക്കത്തെ ലുക്കായിരുന്നു. പല സൈസിലും പല വലിപ്പത്തിലും പല രൂപത്തിലും ഉള്ള മാവേലിയുടെ അയ്യര് കളിയായിരുന്നു ഉണ്ടായിരുന്നത്. പല തരത്തിലുള്ള വാദ്യമേളങ്ങൾ, പല്ലക്കുകൾ, കലാകായിക മത്സരങ്ങൾ, തെയ്യം, കഥകളി, കാവടി, പുലികളി, ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടാബ്ലോസ്, മൊത്തത്തിൽ പറഞ്ഞാൽ കളർഫുള്ളായിരുന്നു. ഇത്രയും സംഭവം അടിപൊളിയായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പണ്ട് കല്യാണത്തിന് മുമ്പ് എറണാകുളത്ത് ഹോസ്റ്റലിൽ താമസിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം അത്തച്ചമയം നടന്നത് ഒരു സാറ്റർഡേ ആയിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ബസ് കയറിയപ്പോൾ പെട്ടുപോയതാണ് ഞാൻ. ഇത് കാരണം ബസ്സൊന്നും തൃപ്പൂണിത്തുറ ഏരിയയിലേക്കേ എടുക്കുന്നുണ്ടായിരുന്നില്ല. കിലോമീറ്റേഴ്സ് നടന്നിട്ടാണ് കോട്ടയം ബസ് കിട്ടിയത്. അന്ന് ഉറക്കക്ഷീണം കൊണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്നും ചെയ്തോളും എന്ന് ഞാൻ അന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് പറയുമ്പോൾ ലേശം കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പരിചയമുള്ള കുറേ പേര് അത്തച്ചമയത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു ഭൂരിഭാഗവും. എന്തായാലും ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് അത്തച്ചമയം കാണാൻ വന്നത് നഷ്ടമായില്ല. കുറേ വീഡിയോസ് ഞാൻ എടുത്തിരുന്നു. പക്ഷേ അതിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അത്തച്ചമയത്തെ ബേസ് ചെയ്ത് പല കഥകളും നിലവിലുണ്ട് പോലും. അതിലൊന്ന് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര അപ്പനെ വണങ്ങാൻ രാജാവ് നടത്തിക്കൊണ്ടിരുന്ന യാത്രയാണ് ഇതെന്ന് ഒരു വിശ്വാസം. ഇതിനൊരു രാജകീയ പശ്ചാത്തലം എന്തെന്നാൽ, കൊച്ചി മഹാരാജാവ് സിംഹാസനത്തിൽ നിന്നിറങ്ങി ദന്തപ്പല്ലക്കിൽ തൃപ്പൂണിത്തുറ നഗരം ചുറ്റി സഞ്ചരിച്ച് പ്രജകളെ നേരിട്ട് കാണുന്ന ചടങ്ങായിരുന്നു അത്തച്ചമയം. മറ്റൊരൈതിഹ്യപ്രകാരം സാമൂതിരിയിൽ നിന്നും യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സൈനിക ശക്തി പ്രകടിപ്പിക്കാൻ നടത്തിയിരുന്ന ഘോഷയാത്രയാണിതെന്നും പറയപ്പെടുന്നു. 1949 തിരുവിതാംകൂറും കൊച്ചിയും കമ്പൈൻഡ് ആയതോടെ രാജകീയ അത്തച്ചമയം നിർത്തലാക്കി. എങ്കിലും പിന്നീട് തൃപ്പൂണിത്തുറയിലെ സാംസ്കാരിക പ്രവർത്തകരും നഗരസഭയും ചേർന്ന് ഇതൊരു ജനകീയ ഘോഷയാത്രയാക്കി പുനരാവിഷ്കരിക്കുകയായിരുന്നു. മുൻപ് ഹിൽ പാലസിൽ നടന്നുകൊണ്ടിരുന്ന ചമയം ഇപ്പോൾ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്നും തുടങ്ങി നഗരം ചുറ്റി തിരികെ അത്തം നഗറിലെത്തുന്നു. നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നതിനാൽ ഇന്ന് ഇതൊരു മതേതര ആഘോഷമായി മാറിയിരിക്കുന്നു. ഔദ്യോഗിക തലത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടികളിലെ ഒരിനമാണ് അത്തച്ചമയം. ഇന്ന് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഓണപതാക ഉയർത്തുന്നതോടെയാണ് ഔദ്യോഗിക തുടക്കം. ചമയ ഘോഷയാത്രയിലും അതിനോടനുബന്ധിച്ച് നടത്തുന്ന മത്സരങ്ങളുമാണ് ഇപ്പോൾ അത്തച്ചമയത്തിൽ കണ്ടുവരുന്നത്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പല സോഴ്സിൽ നിന്നും കിട്ടിയ അറിവാണ്. എന്തായാലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. നെക്സ്റ്റ് അത്തച്ചമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സംഭവമാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് സ്റ്റോറി. ബൈ.